بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين. أما بعد. മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. മരിച്ചുപോയവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കി തരട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. നമ്മെ സംബന്ധിച്ചിടത്തോളം ദിവസങ്ങളായി നീറ്റലും പുകച്ചലും നിറഞ്ഞ വാർത്തകൾ വായിക്കേണ്ടി വരുന്ന ദുരന്ത ഭൂമികയുടെ സാക്ഷികളായി മാറുകയാണ് നാം ഓരോരുത്തരും. ദുരന്തങ്ങൾ ഭൂമിയിൽ സംഭവിക്കാറുണ്ട്. സർവശക്തനായ അള്ളാഹുവിന്റെ അലംഘനീയ തീരുമാനങ്ങളാണത്. പിഞ്ചുകുഞ്ഞുങ്ങൾ പിടഞ്ഞു വീണ് മരിക്കുന്ന അവസ്ഥക്ക് സാക്ഷികളാവാനും ആ വാർത്ത വായിക്കാനും അതിന്റെ ചിത്രങ്ങൾ കാണാനും അതിന്റെ വീഡിയോ വിഷ്വലുകളിലൂടെ മനസ്സിൽ വല്ലാത്ത വേദനകൾ നിറഞ്ഞ് തിങ്ങാനും ഒക്കെ അനുഭവം കൊണ്ട് നാം ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുമ്പോൾ സത്യവിശ്വാസിക്ക് പഠിക്കാൻ ഏറെ കാര്യങ്ങളും കാരണങ്ങളും അതിൽ ഉണ്ട് എന്ന ഒരു തത്വമാണ് സമീപ ദിവസങ്ങളിൽ നാം നമ്മുടെ മനസ്സാക്ഷിയോട് ഓർമ്മപ്പെടുത്തേണ്ടത്. ഒരു പ്രത്യേക വിവേകം അല്ലാഹു തരുന്ന ദുരന്തങ്ങളിൽ നമുക്ക് ഉണ്ടാവണം എന്നുള്ളത് തീർച്ചയാണ്. ഈ ഭൂമിയിലെ ജീവിതത്തെ അവൻ വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. എന്തിനു വേണ്ടിയാണ് ദുരന്തങ്ങൾ ഭൂമിയിലെ ജീവിതത്തിൽ എന്തിനാണ് ദുരന്തങ്ങൾ? ഈ ജീവിതം അങ്ങനെ പരീക്ഷിക്കപ്പെടുന്നത് എന്തിനാ? ഈ ജീവിതം തന്നെ സൃഷ്ടിച്ചത് അതിനു വേണ്ടിയാണെന്ന് അള്ളാഹു പറഞ്ഞത്. അപ്പോൾ അതിനെ അഭിമുഖീകരിക്കുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏത് സമയത്തും പ്രതീക്ഷിക്കേണ്ടതാണ്. തകർന്നടിഞ്ഞു പോകുന്ന മാനസികാവസ്ഥയിൽ നിന്നും തന്റെ മനസ്സിനെ സ്ഫുടം ചെയ്യാൻ സത്യവിശ്വാസി അത് അവസരമായി കാണുകയാണ്. സ്വഹാബികളുടെ ചരിത്രത്തിൽ നിന്നല്ല, അമ്പിയാക്കളുടെ ചരിത്രത്തിൽ നിന്ന് തന്നെ ധാരാളം ഉദ്ധരണികൾ ഖുർആനിൽ കാണാൻ കഴിയും. അള്ളാഹുവിന്റെ ഖുർആൻ ഈ ജീവിതത്തെ അള്ളാഹ് എന്തിനു പടച്ചു എന്ന് തന്നെ കൃത്യമായി പറയുന്നുണ്ട്. മനുഷ്യർ അള്ളാഹുവിന്റെ സൃഷ്ടി ശ്രേഷ്ഠരാണ്. ആകാര ഭംഗിയിൽ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഒരു മഹോന്നതമായ രൂപഭാവത്തിൽ അള്ളാഹു പടച്ചു എന്നാ പറഞ്ഞത്. അള്ളാഹു ആദരിച്ചതാ. ഭൂമിയിൽ വന്ന മനുഷ്യനെ കുറിച്ച് പറഞ്ഞത് വലഖദ് കറംനാ ബനി ആദം, അള്ളാഹു ആദരിച്ച സൃഷ്ടികൾ എന്നാ. ആകാര ഭംഗിയിലും വിവേകത്തിലും അതുപോലെ തന്നെയുള്ള മറ്റു പല രീതികളിലും അള്ളാഹു ആദരിച്ച ഈ മനുഷ്യൻ, മലക്കുകളുടെ ഒരു ചോദ്യം മുമ്പുണ്ടായിരുന്നു. അല്ലാഹുവേ, അതജഅലു ഫീഹാ മയുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ, രക്തച്ചൊരിച്ചിലും കലാപകലുഷിത സാഹചര്യത്തെ ഇഷ്ടപ്പെടലും മനുഷ്യന്റെ അടിസ്ഥാന പ്രകൃതമാണല്ലോ, എന്തിനാ അവരെ അങ്ങോട്ട് അയക്കുന്നത് എന്ന ചോദ്യത്തിന് അള്ളാഹ് കൊടുക്കുന്ന പല മറുപടികളുണ്ട്. ആ മറുപടികളിൽപ്പെട്ട ഒന്നാണ് ദുരന്തത്തെ അഭിമുഖീകരിക്കുന്ന സത്യവിശ്വാസി അവന്റെ മനസ്സിനെ അതിലൂടെ സ്ഫുടം ചെയ്യുന്നു എന്നത് മലക്കുകൾക്ക് ബോധ്യപ്പെടുത്താം. സൂറത്തുൽ ബഖറയുടെ വ്യാഖ്യാനം പറയുന്നിടത്ത് ഇമാം അഹ്മദ് ബിൻ മുഹമ്മദ് അസ്സാവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഉദ്ധരണി പറയുന്നതായി കാണാം. ഏതായാലും എന്തിനാണ് ഈ ജീവിതം അല്ലാഹു തന്നത്? ഖുർആൻ തന്നെ പറയട്ടെ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ വഹുവൽ അസീസുൽ ഗഫൂർ. എല്ലാ ദിവസവും ഓതേണ്ടതായത്
ജീവിതത്തിന്റെ ഏറ്റവും സ്വകാര്യമായ ഒരു ഉപദേശം. എപ്പോഴും ഇത് ഓതണം. ഇത് മുടങ്ങിയിട്ട് ഒരു രാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടില്ല. അല്ലാഹനെ മഹത്വപ്പെടുത്തി പറയാ, തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്, സർവാധികാരം അവന്റെ കയ്യിലാ. അവൻ എന്നും എപ്പോഴും എല്ലാ നിമിഷവും പരിശുദ്ധൻ. അല്ലാഹു നമുക്ക് കരുണ ചെയ്യട്ടെ. അല്ലാഹുവിനെ മഹത്വപ്പെടുത്തി പറഞ്ഞിട്ട് പിന്നെ പറയുന്നു, അല്ലാഹുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ, അവൻ മരണത്തെ പടച്ചു, ജീവിതത്തെ പടച്ചു. മരണം എന്ന് പറഞ്ഞാൽ, മൗത്ത് എന്ന് പറഞ്ഞാൽ റൂഹ് ഇല്ലാത്ത അവസ്ഥ. റൂഹ് ശരീരത്തിലില്ലാത്ത അവസ്ഥയ്ക്ക് ആ മൗത്ത് എന്ന് പറയാ. മനുഷ്യന്റെ ബേസ് അതാ. അതിനുശേഷം വന്നതാ ജീവിതം. അതിനുശേഷമാണ് ജീവൻ വന്നത്. വനഫഖ്തു ഫീഹി മിർ റൂഹി ഫഖഉ ലഹു സാജിദീൻ. അപ്പൊ റൂഹ് പിന്നെ വന്നത് അടിസ്ഥാനം മരണാണ്. അല്ലാഹു മരണത്തെ കൊണ്ട് തുടങ്ങി ജീവിതം കൊണ്ട് മനുഷ്യ ജീവിതത്തെ അവതരിപ്പിക്കുന്നിടത്ത് ജീവിതം കൊണ്ട് അവസാനിപ്പിച്ച് മരണം കൊണ്ട് തുടങ്ങി. ഈ ഒരു പ്രയോഗം തന്നെ ഒരു പരീക്ഷണത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. പിന്നെ പറഞ്ഞു, ലിയബ്ലുവക്കും, എന്തിനാണ് തമ്പുരാൻ മരണത്തെയും ജീവിതത്തെയും പടച്ചതെന്നറിയുമോ? നിങ്ങളെ അവൻ പരീക്ഷിക്കും, അതിനു വേണ്ടിയാം. ലിയബ്ലുവക്കും ബലാ എന്ന് പറഞ്ഞാൽ അല്ലാഹു ജീവിതത്തിന്റെ അസ്വസ്ഥതകൾ, നാം വിലയിരുത്തുന്ന അസ്വസ്ഥതകൾ കൊണ്ട് നമ്മെ നിറയ്ക്കും. അല്ലാഹു നമ്മുടെ ചുറ്റുപാട് നിറയ്ക്കും. ലിയബ്ലുവക്കും, അല്ലാഹുവിന് എന്തിനെങ്ങനെ പരീക്ഷിക്കേണ്ട കാര്യം? അയ്യുക്കും അഹ്സനു അമലാ, നിങ്ങളുടെ കൂട്ടത്തിൽ പ്രവൃത്തി നന്നായവൻ, വിവേകപൂർവം പ്രവർത്തിച്ചവൻ. അതാണല്ലോ പ്രവൃത്തി നന്നാവാ എന്ന് പറഞ്ഞാൽ. അതാരാണെന്ന് മലക്കുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ സൂറത്തുൽ ബഖറയുടെ വ്യാഖ്യാനവും കൂടി ചേർത്ത് വെക്കുമ്പോഴാണ് ഈ അർത്ഥം വരാം. അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും അതിന്റെ ഫുൾ മാർക്കിലേക്കുള്ള പരിശ്രമമായിരിക്കണം ദുരന്തത്തെ അഭിമുഖീകരിക്കുമ്പോ നാം ഏറ്റെടുക്കേണ്ട ദൗത്യം. എങ്ങനെയും പാസ് മാർക്കല്ല. അയ്യുക്കും അഹ്സൻ, അഹ്സൻ ഒരാളെ ഉണ്ടാവും. അയ്യുക്കും അഹ്സനു അമല, അമല കൊണ്ട് ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നവനാവണം. അതിനു വേണ്ടിയാണ്. അപ്പൊ ജീവിതവും മരണവും അല്ലാഹു പടച്ചത് പരീക്ഷിക്കാൻ വേണ്ടി എന്ന് ഖുർആൻ. ഭൂമിയിലെ ജീവിതം ഒരു പരീക്ഷണ കാലമാണ് എന്ന് ഖുർആൻ നമ്മുടെ മുന്നിൽ പറയാം. അല്ലാഹു 5 തരം പരീക്ഷണം പറഞ്ഞിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. നേരത്തെ പറഞ്ഞു, ഈ പരീക്ഷണത്തെ അല്ലാഹു ഭൂമിയിലെ ജീവിതത്തിൽ നിറച്ചത് മനുഷ്യനെ കടഞ്ഞെടുക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ നല്ല പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ വേണ്ടി, പ്രവൃത്തി നന്നായവൻ എന്ന മാർക്ക് കിട്ടാൻ വേണ്ടി, ഒന്നുകൂടി പറഞ്ഞാൽ വിവേകത്തോടുകൂടെ പ്രവർത്തിക്കാൻ വേണ്ടി. ആ വിവേകത്തെ ഖുർആൻ ഇങ്ങനെ വ്യാഖ്യാനിച്ചു പോരുകയാണ്. തീർച്ചയായും നിങ്ങളെ നാം പരീക്ഷിക്കും. ബിശൈഇൻ മിനൽ ഖൗഫ്, അല്ലാഹുവിലേക്ക് ചേർത്താൽ ഒരൽപ്പം. ബിശൈഇൻ, ഒരൽപ്പം. മിനൽ ഖൗഫ്, പേടി തരും അല്ലാഹു. പേടി ഉണ്ടാവാറുണ്ട്. ഒരാളോട് അവതരിപ്പിക്കാൻ പറ്റാത്ത പേടി ഉണ്ടാവാറുണ്ട്. ഒരു മെഡിക്കൽ റിസൾട്ടിന് വേണ്ടി കാത്തു നിൽക്കുമ്പോ, നേരത്തോട് നേരമായി പൊന്നാര മക്കള് വീട്ടിലേക്ക് എത്തിയിട്ടില്ലല്ലോ, അതേക്കുറിച്ച് വ്യാകുല ചിത്തരാകുമ്പോ ഒരു പേടി വരാറുണ്ട്. ഒരു ചെറിയ പേടിയാത് അല്ലാഹ് തരേണ്ട വലിയ പേടിയൊന്നും അല്ലാതെ. ബിശൈഇൻ മിനൽ ഖൗഫ് വൽ ജൂഅ്, വിശപ്പ് തരും എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമായ കാര്യങ്ങളിലേക്ക് നമ്മുടെ ആവശ്യത്തിന്റെ ശക്തി അല്ലാഹു കൂട്ടിത്തരും. ദാരിദ്ര്യം എന്നൊക്കെ പറയാം. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ മൂന്നാമത്തെ പരീക്ഷണം വനഖ്സിൻ മിനൽ അംവാൽ, പടച്ച റബ്ബ് നമുക്ക് സാമ്പത്തിക കിഴിവ് തരും, സമ്പത്തില്ലായ്മ തരും. ഉണ്ടായിട്ടും ഇല്ലാത്ത അവസ്ഥ വരാറുണ്ട്. അല്ലാഹു നന്നാക്കി തരട്ടെ. ഇനി കേട്ടോളൂ. വൽ അൻഫുസ്,
നാലാമത്തെ പരീക്ഷണം, ശരീരത്തിൽ അല്ലാഹു കിഴിവ് തരും. പെട്ടെന്നുള്ള മരണങ്ങളായിരിക്കാം, അല്ലെങ്കിലോ രോഗങ്ങളായിരിക്കാം. ഭൂമിയിലെ ജീവിതത്തിൽ അല്ലാഹു അലങ്കാരം കൊടുത്ത പോലെ മനുഷ്യനെ കടഞ്ഞെടുക്കാനുള്ള അവന്റെ ബലായിൽ നാലാമത്തേത് ശരീരത്തിന്റെ കിഴിവ് എന്ന് പരിശുദ്ധ ഖുർആൻ. കൃഷികളിൽ കായ്ക്കനികളിൽ കുറവുകൾ വരും. ഒരു കർഷകന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു പോകുന്ന രംഗമതാണ്. ഇങ്ങനെയൊക്കെ പരീക്ഷിക്കപ്പെടുന്ന ജീവിതമേ, വിവേകപൂർവമാവട്ടെ നിന്റെ പ്രവൃത്തി. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ആ വിവേകം ഇങ്ങനെയാണ്: ഇത് അല്ല തന്നതാണല്ലോ എന്ന് തോന്നലുണ്ടാവാ. ഇത് അല്ല തന്നതാണ് എന്ന് തോന്നലുണ്ടാവലിനാ വിവേകം എന്ന് പറയാം. അത് ഖുർആൻ അടുത്ത ആയത്തിൽ പറയുന്നുണ്ട്. വിവേകികൾക്ക് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്ക് നബിയേ. വിവേകിക്ക് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത. വിവേകം ദുരന്തങ്ങളിൽ നമുക്ക് നിർബന്ധം. ഒരു മുസ്ലിമിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എവിടെയാണ്? വിവേകം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിലൊക്കെ ജീവിതം കൊണ്ട് എത്തിപ്പെട്ട ആളാണ്. മഹാനായ ഇസ്മാഈൽ അൽ-ഹഖ് ബറൂസവി അദ്ദേഹത്തിന്റെ റൂഹുൽ ബയാനിൽ സൂറത്ത് ഇബ്രാഹീമിന്റെ 27ാമത്തെ ആയത്തിന്റെ വ്യാഖ്യാനം പറയുന്നോടത്ത് കാണാം, പൊന്നുമോൻ ഇബ്രാഹീമിന്റെ മയ്യിത്ത് ഖബറിലേക്ക് വെച്ചിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പച്ചമണ്ണ് വാരിയിട്ടിട്ട് അവിടെ നിന്നുകൊണ്ട് വിതുമ്പുന്നുണ്ട്. ഹബീബായ നബി തങ്ങളുടെ ചുണ്ടുകൾ വിതുമ്പുന്നു. ആ കൺതടം കണ്ണുനീര് കൊണ്ട് ഒലിച്ചിറങ്ങുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് ഇടറുന്ന സ്വരത്തിൽ പറഞ്ഞു, വൽ ഖൽബു യഹ്സുനു, മോനെ, വൽ ഐനു തദ്മുഉ, കണ്ണൊലിക്കാണ്, ഖൽബ് പിടയ്ക്കാണ്. ഇതൊരിക്കലും അല്ലാഹു നമ്മെ എടങ്ങേറാക്കി എന്ന് പറയുന്നില്ല, അല്ലാഹു കോപിച്ചതാണ് ഇതെന്ന് പറയുന്നില്ല. മോനെ, നിന്റെ വേർപാട് സഹിക്കാവതല്ല. ഇനി വിവേകിയായ മനുഷ്യന്റെ വർത്തമാനം കേട്ടോളൂ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. തന്നത് അല്ലാഹ്, ഉടമസ്ഥൻ അല്ലാഹ്, തിരിച്ചു വാങ്ങിയതല്ല. ആ അല്ലാഹുവിലേക്ക് നമ്മൾ തിരിച്ചേൽപ്പിക്കണമല്ലോ പൊന്നുമോനെ. മകൻ ഇബ്രാഹീമിന്റെ മയ്യിത്ത് ഖബറിലേക്ക് വെച്ചിട്ട് ലോകത്തിന്റെ ചക്രവർത്തി വിതുമ്പുന്ന ചുണ്ടുകളോടെ വിളിച്ചു പറഞ്ഞത് സ്വഹാബി ശ്രേഷ്ഠര് കേട്ടതോടെ പൊട്ടിക്കരഞ്ഞു പോയി. കരച്ചിലിന്റെ ഒരു പരിധി വിട്ടതിന്റെ പുറത്തേക്ക് അലറിക്കരഞ്ഞുപോയി സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ആ അവസ്ഥയെ ആഴ്ന്ന് ചിന്തിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബിനെ സമാശ്വസിപ്പിച്ചുകൊണ്ടാണ് സൂറത്ത് ഇബ്രാഹീമിന്റെ 27ാമത്തെ ആയത്ത് അവതരിക്കുന്നതെന്ന് ഇസ്മാഈൽ അൽ-ഹഖ് അൽ-ബറൂസവി റൂഹുൽ ബയാനിൽ കുറിക്കുന്നു. വിവേകി പറയും, ഇത് അല്ല തന്നതാ, ഇത് അല്ല തന്നതാ, അല്ലാഹു തിരിച്ചു വാങ്ങിയിട്ടുണ്ടേ. ഖുർആൻ പറയുന്നു, വബശ്ശിരിസ് സാബിരീൻ, ബലാ വരുമ്പോൾ വിവേകത്തോടുകൂടെ കൈകാര്യം ചെയ്യുന്നവർക്ക് സ്വർഗമുണ്ടെന്ന സന്തോഷം പറയണേ നബിയെ. അല്ലാഹു ആ ഭാഗ്യം തരട്ടെ. എവിടെയെങ്കിലും അവിവേകം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തമ്പുരാൻ നമുക്ക് പുറത്തു തരട്ടെ. വിവേകിയുടെ പ്രത്യേകത, അൽനദീന ഇദാ അസ്വാബത്ഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു തന്നതാ തിരിച്ചെടുത്തു എന്ന് വിവേകി പറയും. ഈ വചനം ഈ സമൂഹത്തിന്റെ ഏറ്റവും വലിയ സമ്മാനമാണെന്ന് സ്വഹാബികൾ പറയാം. ഏത് വചനം? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ദിക്ർ ദുരന്ത ഭൂമികയെ കേട്ടപ്പോ പറയേണ്ടതായിരുന്നു. അല്ലാഹുവിനെ ഓർക്കാൻ ചൊല്ലേണ്ട ദിക്റ. ഏത് ദുരന്ത സമയത്തും നമ്മൾ ഈ ദിക്ർ ചൊല്ലിയാൽ റബ്ബിന്റെ സഹായം സുനിശ്ചിതം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഏതാ ദിക്ർ?
ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കുല്ലു മാ സഅൽ മുഅ്മിന ഫഹുവ മുസീബ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഒരു മുഅ്മിനായ മനുഷ്യന് അനിഷ്ടകരമായി സംഭവിക്കുന്നതെന്തും അവന്റെ മുസീബത്തെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസീബത്തിന്റെ സമയത്ത് നമ്മൾ ചൊല്ലേണ്ടതാണിത്. എന്താ മുസീബത്ത്? മരണം മാത്രാണോ? മരണം മാത്രല്ല. അബൂദാവൂദ് ഇമാമ് സുനനിൽ ഒരു ഹദീസ് പറയുന്നുണ്ട്, മഹ്ദിയായ ആയിഷ റളിയല്ലാഹു അൻഹ മുത്തനബിയോട് കൂടെ ഇരിക്കുക. ആ കൂരയുടെ തുറന്നിട്ടിരിക്കുന്ന ഈത്തപ്പന കൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ ഒരു ജനാല, ഈത്തപ്പനയുടെ ഓലയും അതിന്റെ പട്ടയും ഒക്കെ വെച്ച് മെടഞ്ഞുണ്ടാക്കിയ ജനാല ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുന്നു. പരാപര വെളിച്ചേ ഉള്ളൂ. ഒരു വിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ഒരു കാറ്റടിച്ച് വീശി അന്ന മിസ്ബാഹൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഫിഅ, പുണ്യ നബിയുടെ വിളക്ക് അണഞ്ഞുപോയി. ആ സമയം ഫഖാല, ഹബീബായ നബി തങ്ങൾ ഇസ്തർജഅ, അവിടുന്ന് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ദിക്റങ്ങ് ചൊല്ലി. എപ്പോ? മരിച്ചു പോയിട്ടല്ല. അങ്ങനെ ഒരു തോന്നലുണ്ട് മരിച്ചാൽ മാത്രം ചൊല്ലാനുള്ളതെന്ന്. അന്ന് മനസ്സിലാക്കിക്കോ, വിളക്കണഞ്ഞു പോയോടത്ത് റസൂൽ അത് ചൊല്ലി. ഇമാം അബൂദാവൂദിന്റെ സുനനിൽ ഫഖാലത്, ചോദ്യം വന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയെ എന്തിനാ ഇന്നമാ ഹാദിഹി മിസ്ബാഹ്, ഇതൊരു വിളക്കല്ലേ, വിളക്കണഞ്ഞ ഇതൊക്കെ ചൊല്ലണോ? വിളക്കണഞ്ഞ ഇത് നമ്മുടെ വീടുകളിലുള്ള സ്ത്രീകളെ പറഞ്ഞ് മനസ്സിലാക്കണം. നമ്മളിപ്പോ ഭാര്യ പറയാണ്, എന്റെ ആങ്ങൾക്ക് സുഖമല്ല, നല്ല പനിയാണ്. അപ്പൊ നമ്മൾ പറയാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന്. അപ്പൊ അങ്ങോട്ട് പറഞ്ഞ ഇതേക്കുറിച്ച് അറിയാത്ത പെണ്ണാണെങ്കിൽ നമ്മളെ കിട്ടി വല്ല കയ്യേറ്റം ചെയ്തൊളിയും. മരിച്ചില്ല മനുഷ്യ, പനി വന്നിട്ടുള്ളൂ. പക്ഷേ കേൾക്കുന്നത് ദുരന്ത, കേൾക്കുന്നത് ഒരു മുസീബത്തായി. ദിക്ർ ചൊല്ലണം. രോഗമല്ല, വിളക്കണഞ്ഞോടത്ത് പോലും സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പോഴാണ് ഹബീബ് പറഞ്ഞത് ഫഖാല കുല്ലു മാ സഅൽ മുഅ്മിന ഫഹുവ മുസീബ. നബി മുഹമ്മദ് മുസ്തഫ അനിഷ്ടകരമായി സംഭവിച്ചു. എഴുതിക്കൊണ്ടിരുന്ന പേനയുടെ മഷി തീർന്നുപോയി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ചൊല്ലാം. ഈ ദിക്ർ ചൊല്ലിയാൽ കേട്ടോളൂ, അല്ലാഹുവേ നീ എനിക്ക് പകരം തരണേ എന്ന് ഇതിനോട് ചേർന്നൊരു ദുആയും ചെയ്താൽ ആ ദുആക്ക് ഇജാബത്ത. ഈ ദിക്ർ ചൊല്ലിയിട്ട് ശേഷം ചെയ്യുന്ന ദുആക്ക് ഇജാബത്ത. കേട്ടോളൂ ഹദീസ്. ഖാല റസൂലുള്ളാഹി, ഒന്നുകൂടി ഖാല റസൂലുള്ളാഹി, മൻ ഇസ്തർജഅ ഇൻദൽ മുസീബ അജ്റഹുല്ലാഹ് ഫീഹാ വഖലഫ അലൈഹി ഖൈറാ. ഇത് ചൊല്ലിയ കൂലിയുണ്ട്. ശേഷം ചോദിക്കുന്ന കാര്യം അല്ലാഹു പകരമായി തരികയും ചെയ്യുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ദിക്ർ ഈ ഉമ്മത്തിന്റെ സമ്മാനമാണ്. ഇമാം ഖുർത്തുബി അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നതായി കാണാം. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സ്വഹാബി പറയുകയാണ്, ലം തുഅത ഹാദിഹിൽ കലിമാതു നബിയൻ ഖബല നബിയിന. ഈ കലിമത്ത് ഇതിനു മുമ്പ് ഒരു നബിക്കും അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. പൊന്നുമോൻ നഷ്ടപ്പെട്ടതിന്റെ വേർപാടിന്റെ വേദനയിൽ പൊട്ടിക്കരഞ്ഞു പോയി. അല്ലാഹുവിന്റെ അമ്പിയാക്കളിൽ പ്രമുഖൻ പ്രധാനി സയ്യിദുനാ നബി യഅഖൂബ് അലൈഹിസ്സലാം കരഞ്ഞു. ആ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു എന്ന് സൂചിപ്പിച്ചു പരിശുദ്ധ ഖുർആൻ. അത്രയും കരഞ്ഞ ആളുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടോടത്ത് ആ മനുഷ്യൻ ആ ദുഃഖഭാരത്താൽ പറഞ്ഞ വാക്ക് ഇന്നാ ലില്ലാഹി അല്ല. കാരണം അവർക്കത് പഠിപ്പിച്ചിട്ടില്ല. ആ മഹാന് ഇത് കിട്ടിയിട്ടില്ല. ഈ ദിക്ർ ആ സമൂഹത്തിന് അല്ലാഹു കൊടുത്തില്ല. വലൗ അറഫഹാ യഅഖൂബു ലമാ ഖാല യാ അസഫാ അലാ യൂസുഫ്. ഇങ്ങനെയാ പറഞ്ഞത്, യൂസുഫ് പോയ സങ്കടമേ. അങ്ങനെയാ പറഞ്ഞത്. അങ്ങനെ പറയുമായിരുന്നില്ല. ഈ ദിക്ർ അവിടേക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നമുക്കുണ്ടാവേണ്ട വിവേകം സ്വഹാബിയായ അബൂ സിനാൻ തങ്ങളുടെ 2 പൊന്നുമക്കൾ മരിച്ചുപോയി. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ദുരന്തം മാതാപിതാക്കൾ ജീവിച്ചിരിക്ക മക്കൾ മരിക്കലാണ്. ആ മാതാവിനും പിതാവിനും വിവേകപൂർവം അതിൽ ഇടപെടുന്നോടത്ത് അള്ളാഹുവിന്റെ സ്വർഗത്തിലെ മഹോന്നത കൊട്ടാരം സമ്മാനമായുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവേ, നിന്റെ സ്വർഗത്തിന്റെ കൊട്ടാരം ഞങ്ങൾക്ക് അങ്ങനെ തരണ്ട അല്ലാ. നിന്റെ ഔദാര്യം വിശാലമല്ലേ പടച്ച റബ്ബേ. അതുപോലത്തെ പരീക്ഷണങ്ങളിൽ ആരെയും ചേർക്കല്ല അല്ലാ.
അള്ളാഹുവിന്റെ ഔദാര്യം വിശാല. പടച്ച റബ്ബിന് സ്വർഗത്തിന്റെ കൊട്ടാരം തരാൻ ഒരുപാട് വഴികൾ വേറെയുണ്ട്. എന്നാലും ഇങ്ങനത്തെ ഒരു പരീക്ഷണം കിട്ടുന്നവന് അള്ളാഹ് അത് കൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അള്ളാഹു കാരുണ്യവാനായതുകൊണ്ട് ഭൂമിയിൽ അന്ന് അതുപോലെ മനസ്സ് പൊട്ടുന്ന ഒരു സൃഷ്ടി വേറെയില്ല. മാതാപിതാക്കളുടെ ഹയാത്ത് കാലത്തെ മക്കളുടെ മരണത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിപ്പെട്ട പോലെ എന്റെ പ്രിയമുള്ളവരെ, അബൂ സിനാൻ റളിയല്ലാഹു അൻഹുവിന്റെ 2 മക്കൾ മരിച്ചു, ഖബറിലേക്ക് വെച്ചു. അബൂ സിനാൻ മറവ് ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോൾ മഹാനായ അബൂ തുൽഹാ റളിയല്ലാഹു അൻഹു അബൂ സിനാനിന്റെ കയ്യങ്ങ് പിടിച്ചു, നെഞ്ചോട് ചേർത്തു. കരയണ്ടടോ, നിനക്ക് സന്തോഷമുള്ള ഒരു ഹദീസ് ഞാൻ റസൂലുള്ളാഹിയിൽ നിന്ന് കേട്ടുപഠിച്ചിട്ടുണ്ട്, പറയട്ടെ, സന്തോഷിക്കാൻ ഞാനൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ ഒരു ഹദീസ് പറയുന്നുണ്ട്. ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തുന്നു, ഇമാം തുർമുദിയുടെ ജാമിഇലുണ്ട് ഹദീസ്. എന്താണ് ആ സന്തോഷമുള്ള ഹദീസ് എന്നറിയോ? ആ സ്വഹാബിയോട്, അതായത് വാപ്പ ഇരിക്കെ മക്കള് മരിച്ചോടത്ത്, ഉമ്മ ഇരിക്കെ മക്കള് മരിച്ചോടത്ത്, അത് മക്കള് പ്രായം കൂടി, ഉമ്മായും ഉപ്പായും അതിലേറെ പ്രായം കൂടി മരിച്ചാലും മക്കള് തന്നെ ഒന്നും അങ്ങനെയുണ്ട്. അങ്ങനെയൊക്കെ നമ്മുടെ കുടുംബത്തിലെ പല കാരണവന്മാരും അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ അനുഭവിച്ചിട്ടുണ്ട്. നമ്മുടെ വാപ്പമാരുടെയും ഉമ്മമാരുടെയും ഒക്കെ കാലഘട്ടത്തിൽ, പഴയ കാലഘട്ടത്തിൽ ഒരു ഛർദി അങ്ങ് വരാൻ മരിക്കാം, അല്ലെങ്കിൽ ഒരു പനി വരാൻ മരിക്കാം, അങ്ങനെ ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെ മരിച്ചു പോയപ്പോ കടിച്ചു പിടിച്ചു നിന്ന ആ ഉപ്പമാർക്കും ഉമ്മമാർക്കും ആ മക്കളാൽ അല്ലാഹു സ്വർഗത്തിന്റെ കൊട്ടാരം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. നമുക്ക് അങ്ങനെ ദുആ ചെയ്യാം. അങ്ങനത്തെ ഒരു അവസ്ഥ അല്ലാഹു ആർക്കും വരുത്താതിരിക്കട്ടെ. അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ പല രൂപത്തിലാണ്, നമുക്ക് താങ്ങാവതല്ലത്. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസ് അങ്ങ് പറയാൻ തുടങ്ങി. ഇദാ മാത വലദുൽ അബ്ദി, ഭൂമിയിൽ ഒരു വാപ്പാന്റെ ഒരു വാപ്പിച്ചിയുടെ പൊന്നുമോള് മരിച്ചു, ഒരു കുഞ്ഞു മരിച്ചു. ആ സമയത്ത് ഖാലല്ലാഹു തആല ലിൽ മലായിക, ഈ മരണത്തിന്റെ റൂഹ് പിടിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് അല്ലാഹ് ഏൽപ്പിച്ച മലക്കുകൾ അങ്ങോട്ട് ഈ റൂഹുമായി ചെല്ലുമ്പോൾ ആ മലക്കുകളോട് അല്ലാഹു ചോദിക്കും, ഖബലതും വലദ അബ്ദി, എന്റെ അടിമയുടെ പ്രിയപ്പെട്ട മോളെ നീ പിടിച്ചോ മലക്കേ, ആ കുട്ടിയെ നീ റൂഹ് പിടിച്ചോ? ഫയഖൂലുന നഅം, പറയും മലക്കുകൾ, ഉവ്വ റബ്ബേ, ഞങ്ങൾ റൂഹ് പിടിച്ചിട്ടാ വന്നത്. അപ്പൊ അല്ലാഹു വീണ്ടും ചോദിക്കും, ഖബലതും സമറത ഫുആദിഹി, എന്റെ പ്രിയപ്പെട്ട അടിമ എത്ര വലിയ സങ്കടത്തിന്റെ പർവ്വതം മനസ്സിന്റെ അകത്ത് കയറ്റി കൊണ്ടുവന്നാലും കോളിമ്പല്ലടിച്ചു കഴിയുമ്പോൾ ആ 2.5 വയസ്സുള്ള കുഞ്ഞിളം പ്രായക്കാരി വന്നുകൊണ്ട് അതിന്റെ കിളിനാദത്തിൽ ഉപ്പാന്ന് വിളിച്ചുകൊണ്ട് ഡോറിന്റെ ലോക്കിൽ പിടിച്ചു തൂങ്ങിക്കളിച്ച് അകത്തേക്ക് ആനയിച്ചു കൊണ്ടുപോകുമ്പോൾ മനസ്സ് നിറഞ്ഞു കൊണ്ടുവന്ന ആ സങ്കടത്തിന്റെ പർവ്വതങ്ങൾ ഒലിച്ചിറങ്ങിപ്പോകുന്ന സന്തോഷം എന്റെ അടിമയുടെ ഹൃദയത്തിന്റെ മധുരത്തെയാണോ നീ പിടിച്ചുകൊണ്ടുവന്നത് മലക്കേ? അല്ലാഹുവിന് അറിയാം അത് ഹൃദയത്തിന്റെ മധുരമാ. ആ 2 കൈ ഇങ്ങനെ ചേർത്ത് വെച്ചാൽ ആ കൈയിന്റെ അകത്തേക്ക് കോരിയെടുക്കാൻ പറ്റുന്ന 10 കിലോഗ്രാമിൽ താഴെ വരുന്ന ഭാരമുള്ള കുഞ്ഞു മയ്യത്ത് ആ മനുഷ്യന്റെ മനസ്സിന്റെ മധുരമെന്ന് അല്ലാഹുവിന് അറിയാമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നേരത്തെ പറഞ്ഞ വിവേകമുണ്ടല്ലോ. താനൂര് ബോട്ടപകടത്തിൽ മയ്യത്ത് ഇങ്ങനെ നിരത്തിയിട്ടപ്പോ നമ്മളൊക്കെ അത് കണ്ടു മറന്നുവെങ്കിൽ ആ ക്ഷമിച്ച സഹോദരന്, ആ കുടുംബനാഥന് അള്ള കൊടുക്കുന്ന കൂലി കേട്ടോളൂ. എത്ര അടക്കി പിടിച്ചാലും മനസ്സിന്റെ അകത്ത് തീനാളം തീജ്വാലയായി കണ്ണുനീരിലൂടെ നിർഗളിച്ച് പുറത്തു വരുമ്പോഴും വാക്കുകൾക്ക് പഞ്ഞം വരുന്ന വായ്ക്കകത്ത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ദിക്ർ കൊണ്ടുവരാനുള്ള പ്രചോദനം, പ്രേരണ, ആവേശം ഈ ഹദീസ് തന്നെയാവട്ടെ. അല്ലാഹു നമ്മുടെ അറിവിൽ ബറക്കത്ത് തരട്ടെ. കേട്ടോളൂ, ഹബീബ് പറയുകയാണ്, മലക്കുകൾ എപ്പോഴും പറയും, അതേ റബ്ബേ, ഹൃദയത്തിന്റെ മധുരമാ ഞങ്ങൾ പിടിച്ചുകൊണ്ടുവന്നത്. അപ്പൊ അല്ലാഹു ചോദിക്കും, മാദാ ഖാല അബ്ദി, പൊന്നുമോൻ മരിച്ചു, പൊന്നുമോൾ മരിച്ചു. ഈ വാർത്ത വന്ന് പറയുമ്പോൾ, അത് കേൾക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട അടിമ അപ്പോ പറഞ്ഞത് എന്താ മലക്കേ?
മരണനേരത്ത് മരിച്ച വീട്ടിൽ കരയുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ പറയുന്ന വാക്കുകൾ അള്ളാന്റെ മലക്കുകൾ രേഖപ്പെടുത്തുന്നു. ആ സമയത്ത് നമുക്ക് വിവേകം വേണമെന്ന് ഖുർആൻ. അല്ലാഹുവിനോട് മലക്കുകൾ പറയും, ഫയഖൂലൂന ഹമിദക, തന്നത് അല്ലയാ, ഇത് കൊണ്ടുപോയത് അല്ലയാ, അതിലൊരു ഖൈറുണ്ട്, അൽഹംദുലില്ലാഹ്. മകൻ മരിച്ചു കിടക്കുമ്പോ അൽഹംദുലില്ലാ പറയാൻ കഴിയും. ഇതിനാ അത്ഭുതമെന്ന് പറയാ. അജബൽ അംറിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം അത്ഭുതം എന്ന് നബി മുഹമ്മദ് മുസ്തഫ. മുഅ്മിനിന്റെ കാര്യം ഇന്ന അംറഹു ലഹു കുല്ലഹു ഖൈർ, മുഅ്മിനിന്റെ എല്ലാ കാര്യങ്ങളും അവന് ഖൈറാ, ഇത് ഒരു അത്ഭുതമാ. വലൈസ ദാലിക ലിഅഹദിൻ ഇല്ലാ ലിമുമിൻ, മുഅ്മിനിന് മാത്രം അങ്ങനെ പറയാൻ പറ്റൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, ഇത്രയും കിട്ടിയല്ലോ, അൽഹംദുലില്ലാഹ്. പടച്ചോനെ, ഇത് നീ തിരിച്ചെടുത്തല്ലോ, അതിൽ ഖൈറുണ്ട് അല്ലാ, എനിക്കറിയില്ല, അൽഹംദുലില്ലാഹ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇത് പറഞ്ഞ ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. ഇത് പറഞ്ഞ സ്വഹാബിയുടെ വനിതയെ നോക്കിയിട്ട്, ഇത് പറയാൻ ഭർത്താവിനെ പ്രേരിപ്പിച്ച ഭാര്യയെ നോക്കിയിട്ട്, ഹൂറലീന്റെ സൗന്ദര്യത്തെക്കാളും സൗന്ദര്യം അവളുടെ ചിരിയിലുണ്ടെന്ന് പറഞ്ഞ ദുനിയാവിന്റെ ഹൂറലീൻ അവളാണെന്ന് പറഞ്ഞ നബി മുഹമ്മദ് മുസ്തഫ. ഉമ്മു സുലൈം എന്ന പെണ്ണിന്റെ പേര്. അവളെ സ്വർഗത്തിന്റെ കൊട്ടാരത്തിന്റെ മുന്നിലും ഞാൻ കണ്ടു മിഅ്റാജിന്റെ അനുഭവം. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ അങ്ങനെ ഇസ്തിർജാ ചൊല്ലി, ഇന്നാ ലില്ലാഹി ചൊല്ലി, പടച്ചോൻ ഇത് നീ തന്നതാ ഈ വേദന, ഇതിന് കൂലി തരണം, ഇങ്ങനെയാ നിന്റെ അടിമ പറഞ്ഞത് അല്ലാ എന്ന് മലക്ക് പറയുമ്പോൾ അല്ലാഹു പറയും, ഫയഖൂലുല്ലാഹു തആല ഇബ്നു ലിഅബ്ദി ബൈതൻ ഫിൽ ജന്ന. എൻ്റെ അടിമക്ക്, മരിച്ചുപോയ കുട്ടിക്ക് സ്വർഗം കൊടുക്കാനല്ല അല്ലാഹു പറഞ്ഞത്. കുട്ടി മരിച്ചപ്പോൾ വിവേകത്തോടു കൂടെ കരഞ്ഞ വാപ്പാക്ക് ഉമ്മാക്ക് സ്വർഗത്തിൽ ഒരു കൊട്ടാരം പണിയും മലക്കുകളെ എന്ന് അല്ലാഹു പറയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആ കൊട്ടാരത്തിന് ബൈത്തുൽ ഹംദ്, സ്തുതിയുടെ വീട് എന്ന പേര് വെക്കണം എന്ന് അല്ലാഹു മലക്കുകളോട് പറയുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ തത്വം പഠിപ്പിച്ചു വെച്ചിരിക്കാം. ഇത് നമ്മൾ അറിഞ്ഞിട്ടില്ല. ഇത് ഈമാൻ കാര്യങ്ങളിൽ ചേർക്കേണ്ടതാണ്. ഇത് സ്വഹാബികളുടെ ചരിത്രം പഠിക്കുന്നിടത്ത് കാണേണ്ടതാണ്. ഇമാം മുഹമ്മദിന്റെ മുസ്നദിൽ ഒരു ഹദീസ് കാണാം, ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിൽ ഒരു ഹദീസ് കാണാം, ബൈഹഖിയുടെ ശുഅബിൽ ഒരു ഹദീസ് കാണാം. മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന് ഉമ്മു സുലൈമിലുണ്ടായ കുട്ടി മരിച്ചു പോയപ്പോ ഉമ്മു സുലൈം സ്വീകരിക്കുന്നുണ്ട്. അബൂ തൽഹ വന്നപ്പോ നമ്മളെല്ലാവരും പലപ്പോഴും കേട്ടത്, ഞാൻ വിശദീകരിക്കുന്നില്ല. ഫലമ്മ ജാഅ, അബൂ തൽഹ വന്നു. കുട്ടി മരിച്ച വിവരം ആരോടും പറയല്ലേ, നിങ്ങളാരത് പങ്കുവെക്കല്ലേ, അബൂ തൽഹ വരുമ്പോ ഞാനത് പറഞ്ഞോളാം എന്ന് പറഞ്ഞ് ഭാര്യ വിവേകത്തോടുകൂടെ ആ പെണ്ണ് രംഗത്ത് വന്നു. ഭർത്താവ് ക്ഷീണിതനാ, രാത്രി വൈകിയാ വന്നത്. ഖറബത്ത് ഇലൈഹി അശാ, ഭർത്താവിന് കഴിക്കാനുള്ള അത്താഴവും കൊടുത്തു. അദ്ദേഹം വയറ് നിറച്ചു കഴിച്ചു. എന്നിട്ടോ കുട്ടിയുടെ മരണവാർത്ത അറിയിച്ചിട്ടില്ല. അറിഞ്ഞാൽ ദിവസങ്ങളോളം ശാരീരികമായി ആ മനുഷ്യന്റെ ആവശ്യം പൂർത്തീകരിക്കാൻ അയാൾ തയ്യാറായിക്കൊള്ളണമെന്നില്ല. ഭർത്താവിന് വേണ്ട സന്തോഷം കൊടുക്കുന്നിടത്ത ഭാര്യ എന്ത് ചെയ്തു? സ്വന്തം ഉമ്മയുടെ സങ്കടങ്ങളെ ഒതുക്കി വെച്ചിട്ട് ചിരിച്ചു കാണിക്കാൻ ആ പെണ്ണ് ആർജിച്ചെടുത്ത ഈമാൻ. ഒരു മരണം നടക്കുന്ന വീട്ടിലേക്ക് കടന്നു ചെന്നാൽ നമ്മൾ ലജ്ജിച്ചു പോവാ. കാരണം മരിച്ച വീട്ടിൽ നമ്മുടെ സഹോദരിമാർ അലറിക്കരയുന്ന വിവേകമില്ലാത്ത ഒരു കാഴ്ച, ജാഹിലിയത്തിന്റെ തുടക്കം അല്ലെങ്കിൽ ജാഹിലിയത്തിന്റെ തുടർച്ച. മരണ വീട്ടിൽ അവിവേകിയായി പൊട്ടിക്കരയുന്ന പെണ്ണിന്റെ ശബ്ദവും ബഹളവും വെച്ച് കരയുന്ന പെണ്ണിന്റെ കരച്ചിലിനെ റസൂലുള്ളാഹി വിലയിരുത്തിയത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവള് ജാഹിലിയത്തിലാ. ആ ഒരു അവസ്ഥ തുടരുന്നുണ്ട്. അതെങ്ങനെയാ? ഭർത്താവ് പറയും, വൈകുന്നേരം ചായയൊക്കെ കൂടി കഴിയുമ്പോ പറയും, ഞാൻ മരിച്ച എനിക്ക് വേണ്ടി കരയാൻ ആരുമില്ലല്ലോ. ഇത് കേൾക്കുന്ന മദ്രസ പോവാത്ത ഭാര്യ വിചാരിച്ചിട്ടുണ്ടാവും, ഇങ്ങേര് മരിച്ച എന്റെ ആദ്യത്തെ ഹക്ക് മൂപ്പർക്ക് വേണ്ടി വാ തോരാതെ കരയല. അത് പഠിപ്പിച്ചു വെച്ചിരിക്ക. അത് മൂപ്പര് ആ മരണം കഴിഞ്ഞ ഭംഗിയായിട്ട് നിർവഹിക്കുകയും ചെയ്യും.
ആ കരയുന്ന പെണ്ണിന് നരകത്തിൽ അള്ളാഹു ടാറു ഉരുകി ഒലിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലുള്ള ഒരു നീളക്കുപ്പായം നൽകുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സമയമുണ്ട്, ഞാൻ ആ ഭാഗത്തേക്ക് വരാം. അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനോട് ഭാര്യ എല്ലാ സന്തോഷ വർത്തമാനങ്ങളും പറഞ്ഞു. മുമ്പൊരിക്കലും ചമഞ്ഞൊരുങ്ങാത്ത പോലെ അന്ന് ചമഞ്ഞൊരുങ്ങി. എന്നിട്ട് ശാരീരികമായ രീതിയിലുള്ള ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞതിന് ശേഷം ചോദിച്ചു, എല്ലാ നിലക്കും സംതൃപ്തനായി എന്ന അവസ്ഥ കണ്ടപ്പോ സ്വഹീഹ് മുസ്ലിം ഭാര്യ ഭർത്താവിനോട് ചോദിച്ചു, യാ അബാ തുൽഹ അറഅയ്ത ലൗ അന്ന ഖൗമന ആറു ആരിയതഹും അഹ്ല ബൈത്തിൻ ഫതലബു ആരിയതഹും ലഹും അൻ യംനഊഹും. അബൂ തുൽഹ അപ്പുറത്തെ വീട്ടിൽ നിന്നും വായ്പയായി വല്ല തൂമ്പയോ കുട്ടയോ പാത്രമോ ഇങ്ങോട്ട് വായ്പക്ക് ഉപയോഗിക്കാൻ കൊണ്ടുവന്നു. ഉപയോഗം കഴിഞ്ഞാൽ ആ വീട്ടുകാരത് തിരിച്ചു ചോദിച്ചാൽ കൊടുക്കണ്ടേ? കൊടുക്കണോലോ. തടഞ്ഞു വെക്കാൻ പറ്റോ? ഇല്ല. വായ്പ വസ്തുവായി എവിടെന്നെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്ന തിരിച്ചു കൊടുക്കൽ നിർബന്ധം. നീ എന്താ അങ്ങനെ ചോദിച്ചത്? എന്നാൽ അബൂ തൽഹ അള്ളാഹു വായ്പയായി ഉപയോഗിക്കാൻ ദുനിയാവിൽ തന്നതാ നമ്മുടെ മക്കൾ. അതുകൊണ്ട് തന്നതിനെ അള്ളാഹ് കൊണ്ടുപോയി കൂലി ചോദിച്ചോ, പ്രതിഫലം പ്രതീക്ഷിച്ചോ എന്ന് പറയുന്ന ഇമാം മുസ്ലിമിന്റെ ഹദീസ്. അതേ റിവായത്ത് ഇമാം അഹ്മദിന്റെ മുസ്നദിൽ വരുമ്പോൾ കാണാം, മഹാനായ അബൂ തൽഹ ഫസ്തർജഅ വഹമിദല്ലാഹ്, ഇന്നാ ലില്ലാഹി ചൊല്ലി അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. ഇത് മലക്കുകൾ വലിയ ശ്രദ്ധയോടെയും ഈ ഒരു സന്ദർഭത്തെ അള്ളാഹുവിന്റെ മുന്നിൽ മലക്കുകൾ വലിയ പരിഗണനയോടുകൂടെയും അവതരിപ്പിച്ചു. വഹയായി മുഹമ്മദ് നബിയുടെ മുന്നിൽ ജിബ്രീൽ അലൈഹിസ്സലാം പ്രഭാതത്തിന്റെ ഏറ്റവും ആദ്യ സന്ദർഭത്തിൽ തന്നെ എത്തി. അബൂ തൽഹ ഈ പെണ്ണിനെ ഇനി വെച്ചോണ്ടിരിക്കണോ ഒഴിവാക്കണോ എന്ന തീരുമാനം പറയാൻ പരിശുദ്ധ മദീനയിലെ മസ്ജിദുൻ നബവിയിലേക്ക് ഓടിക്കിതച്ചു വരുമ്പോ ഫലമ്മാ അസ്ബഹ, നേരത്തെ തന്നെ പോയി റസൂലുള്ളാഹിയുടെ മുന്നിലേക്ക് വന്നപ്പോൾ ഫലമ്മാ അസ്ബഹ ഖദ അലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയുടെ മുന്നിലേക്ക് ഓടിച്ചല്ല ഏറ്റവും ആദ്യം സുബ്ഹിക്ക്. ആ സമയം കണ്ട വഴി റസൂലുള്ളാഹി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫലമ്മാ റആ, അല്ലാഹുവിന്റെ ഹബീബ് അബൂ തൽഹയെ കണ്ടപ്പോൾ പറഞ്ഞു, ബാറക്കല്ലാഹു ലക്കുമാ ഫീ ലൈലതികുമാ. വേദന കടിച്ചമർത്തിയിട്ട് ഭർത്താവിന്റെ ശരീരത്തിന്റെ ശയനത്തിന് കൂടെ നിന്ന പെണ്ണുണ്ടല്ലോ, അവൾ ഇന്നലെ ചിരിച്ചുകൊണ്ടും ആ രതിസുഖത്തിലേക്ക് ഭർത്താവിനെ കൊണ്ടുവരാൻ അവൾ കാണിച്ച ലൈംഗികമായ ഇന്നലെ നടന്ന ആ പ്രവർത്തനത്തിൽ അള്ളാഹു നിങ്ങൾക്ക് രണ്ടുപേർക്കും ബറക്കത്ത് ചെയ്യട്ടെ. നബി മുഹമ്മദ് മുസ്തഫ. ഇതിലും വലിയ വിവേകം എവിടെ? ഒരു മരണത്തെ ഒരു പെണ്ണ് കൈകാര്യം ചെയ്ത പക്വത ഇതിലപ്പുറം എവിടെ? ഈ ദുരന്തങ്ങൾ നമ്മുടെ മുന്നിലൂടെ തീർത്തു പോകുന്ന കഥകളും ഇതിൽ നിന്നും നാം പഠിക്കേണ്ട പാഠങ്ങളും പൂർവകാല സ്വഹാബത്തിന്റെ ചരിത്രം വായിക്കുന്നോടത്ത് നമുക്ക് കാണാൻ കഴിയും. ഒരൊറ്റ ആയത്ത് ഞാൻ പറഞ്ഞുകൊണ്ട് ഈ ഉപന്യാസത്തിന് വിരാമമിടുകയാണ്. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഹദീദിന്റെ 22-23 ആയത്തുകൾ. അല്ലാഹു നമുക്ക് വിവേകം തരട്ടെ. പഠിച്ചു വെക്കണേ. എപ്പോഴാ ഏത് നേരത്താ അള്ളാഹു നമ്മെ പരീക്ഷിക്കാന്ന് അറിയില്ല. പടച്ച റബ്ബിനോട് എപ്പോഴും നമ്മൾ കാവൽ തേടണം. ദുരന്തങ്ങളിലേക്ക് നമ്മൾ നമ്മുടെ ശരീരത്തെ എടുത്തെറിയുന്ന പോലെ യാത്രയുടെ സുരക്ഷിതത്വങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാകുന്ന മരണങ്ങൾ എനിക്ക് വെറുപ്പാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നമ്മൾ സാഹസികമായ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇത് സാഹസികമായ രീതിയിൽ വാഹനമോടിച്ചും നിയന്ത്രണങ്ങൾ പാലിക്കാതെ നമ്മളെല്ലാവരും അതിൽ അഴിഞ്ഞാടിയും വാഹനം ഉപയോഗിക്കുന്നതിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പോയാൽ അവിടുത്തെ നിയമങ്ങൾ തെറ്റിച്ചിട്ട് നമ്മൾ കാണിക്കുന്ന ആസ്വാദന രീതികളുടെ പിന്നാലെ വന്നുകൂടുന്ന മരണത്തിന് സർക്കാർ ഉത്തരവാദിയല്ല, അധികൃതർ ഉത്തരവാദിയല്ല. അങ്ങനെ പറയപ്പെടുന്ന മരണങ്ങൾ നമ്മൾ ക്ഷണിച്ചു വരുത്തി ഹെൽമറ്റ് ഉപയോഗിക്കാതെ സീറ്റ് ബെൽറ്റ് ധരിക്കാതെ. എന്റെ പ്രിയമുള്ളവരെ, സുരക്ഷാ മാർഗങ്ങളെ പരമാവധി ഉപയോഗിക്കാതെ നമ്മളെല്ലാവരും ഫ്രീ ആയി നടക്കാൻ ആഗ്രഹിക്കുന്നവരാ.
അങ്ങനത്തെ മരണങ്ങൾ എനിക്ക് വെറുപ്പാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാന്റെ റസൂല് വെറുത്ത രീതിയിൽ മരിച്ചവന് ശഫാഅത്ത് കിട്ടുമോ? അള്ളാന്റെ റസൂല് വെറുത്ത രീതിയിൽ മരിച്ചവന് മരണനേരം കലിമ ചൊല്ലാൻ പറ്റുമോ? അള്ളാന്റെ റസൂല് വെറുത്ത രീതിയിൽ മരിച്ചവന് സ്വർഗം കിട്ടുമോ? ഇമാം അഹ്മദിന്റെ മുസ്നദിലെ ഹദീസുണ്ട്, ചെരിഞ്ഞു നിൽക്കുന്ന മതിലിന്റെ സമീപത്ത് റസൂൽ എത്തിയപ്പോൾ അതുവരെ നടന്നാ വന്നത്. മതിൽ ചെരിഞ്ഞു നിൽക്കുന്ന കണ്ടപ്പോൾ അവിടെ എത്തിയപ്പോൾ വേഗം അപ്പുറത്തേക്ക് ഓടിക്കടന്നു. സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, പുല്ലിനും പുഷ്പത്തിനും പൂക്കൾക്കും പുഴുക്കൾക്കും ഒക്കെ അറിയാം അങ്ങ് നബിയാണെന്ന്, മതിലിനും അറിയാം അങ്ങ് റഹ്മത്തുൽ ആലമീനല്ലേ, എന്തിനാ ഓടിയത്? അപ്പോഴാ പറഞ്ഞത്, അവിവേകമായി നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മൾ ക്ഷണിച്ചു വരുത്തുന്ന അപകടങ്ങൾ, നമ്മൾ അശ്രദ്ധയിൽ വരുത്തി കൂട്ടുന്ന ആപത്തുകൾ മരണത്തിൽ കലാശിച്ചാൽ അത്തരം മരണം എനിക്ക് ഇഷ്ടല്ല, എനിക്ക് വെറുപ്പാ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുണ്ട്. നമ്മളൊക്കെ ഇങ്ങനെ ടോപ്പ് സ്റ്റേഷനിലും അവിടെ ഇവിടെയൊക്കെ പോയി സാഹസികമായ പലതും കാണിക്കാറുണ്ട്. എത്രയോ ലക്ഷം രൂപ ഈ അടുത്ത ഒരു ചെറുപ്പക്കാരൻ ഒരു മലയുടെ വിടവിൽ കുടുങ്ങിയിട്ട് സർക്കാരിന് ചെലവുള്ളത്. അവൻ അതിൽ നിന്ന് വലിച്ചെറിയെടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് റൈഡിന് പോകുന്ന കിടാങ്ങളൊക്കെ അങ്ങോട്ടാ ചെന്ന് കയറുന്നത്. എന്നിട്ട് സെൽഫി എടുക്കുക, അതാണ് ഏറ്റവും വലിയൊരു സർട്ടിഫിക്കറ്റ്. ഇതൊക്കെ നല്ല അടി കൊടുത്ത് വീട്ടിലിരുത്തേണ്ട പരിപാടികളാണ്. ആ രീതിയിലുള്ള കോപ്രായങ്ങൾ കാണിക്കാൻ മാതാപിതാക്കൾ കൂട്ടുനിൽക്കാം. ഈ പുൽച്ചാടിയുടെ രൂപത്തിലുള്ള ബൈക്ക് മേടിച്ചു കൊടുക്കുക, അതിന്റെ എൻജിൻ CC എത്രയാന്ന് അറിയില്ല, മറ്റേ CC അറിയാം, പക്ഷെ എൻജിൻ CC അറിയില്ല. അത് ഉപയോഗിക്കാനുള്ള ആരോഗ്യം നമ്മുടെ മക്കൾക്കുണ്ടോ അതറിയില്ല. അവൻ ഉപയോഗിക്കുന്ന ഹെൽമെറ്റ്, ജാക്കറ്റ് ഇതൊന്നും അറിയില്ല. അതങ്ങ് വാങ്ങിക്കൊടുക്കാം. കൊടുക്കുന്നതിന് കുഴപ്പമില്ല. അവിവേകിയായ മകനാണ് എങ്കിൽ, അത് ഉപയോഗിക്കാനുള്ള പക്വത ഇല്ലെങ്കിൽ കുട്ടി അതിലൂടെ ഉണ്ടാക്കുന്ന ആപത്തിന് ഭൗതികമായും ആത്മീയമായും ഉത്തരവാദി വാപ്പ തന്നെയാണ്, അല്ലെങ്കിൽ അതിന് ചുക്കാൻ പിടിക്കുന്ന ഉമ്മ തന്നെയാണ്. ഏതായാലും പരിശുദ്ധ ഖുർആൻ ഈ വിവേകം നമ്മുടെ മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. ഈ ഭൂമിയിൽ സംഭവിക്കുന്ന ഏത് മുസീബത്തും വലാ ഫീ അൻഫുസികും, അത് നിങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കുന്ന മരണം, അപകടം, രോഗങ്ങൾ അടക്കമുള്ള ഏത് മുസീബത്തും ഇല്ലാ ഫീ കിതാബ്, അതിനെക്കുറിച്ചുള്ള ഒരു രൂപരേഖ നേരത്തെ തന്നെ അല്ലാഹു തയ്യാറാക്കിയിട്ടുണ്ട്. മിൻ ഖബ്ലി അൻ നബ്റഅഹാ, അത് ഭൂമിയിൽ സംഭവിക്കുന്നതിന്റെ എത്രയോ നൂറ്റാണ്ട് മുമ്പ് തന്നെ അതിന്റെ രേഖ അല്ലാഹു അവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ആ രേഖയിൽ അങ്ങനെ വല്ലതും ഇനി വരാൻ നമുക്കുണ്ടെങ്കിൽ അല്ലാഹുവേ, ആ രേഖ നീ തിരുത്തണേ അല്ലാഹ്. ലാ യറുദ്ദുൽ ഖളാഅ ഇല്ല ദുആ, ദുആ കൊണ്ട് ആ രേഖ തിരുത്താൻ കഴിയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എന്തിനാണ് ഇങ്ങനെ ഒരു രേഖയുണ്ടെന്ന് സമൂഹത്തോട് അല്ലാഹു പറഞ്ഞതെന്നറിയുമോ? വന്ന ദുരന്തത്തിൽ നിങ്ങൾ അമിതമായി ദുഃഖിച്ച് അല്ലാഹനെ മറക്കാതിരിക്കാൻ വേണ്ടി, ഇത് അല്ല തന്നതാണെന്ന വിവേകത്തിന്റെ തോന്നൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി, വലാ തഫ്റഹൂ ബിമാ ആതാകും, അല്ല തന്നത് ഒരു അനുഗ്രഹമാണ് എങ്കിൽ അതിൽ മതിമറന്ന് സന്തോഷിക്കാതിരിക്കാൻ വേണ്ടി. അനുഗ്രഹം കിട്ടിയ കല്യാണം കൂടുതൽ ഒരു അനുഗ്രഹ, അതങ്ങ് കിട്ടിയ പിന്നെ ഔറത്ത് മറക്കലും നിസ്കാരം നോക്കലൊന്നുമില്ല, മതിമറക്ക. ഈ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി അള്ളാഹു വിവേകം തരട്ടെ. പടച്ച റബ്ബ് അവൻ പറഞ്ഞ ആ ഹക്കുകൾ പാലിച്ചുകൊണ്ട് അവന്റെ ബലാഅകളിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന നേരത്ത് വളരെ വിജയം കൈവരിക്കാനുള്ള മഹാഭാഗ്യം തരട്ടെ. താങ്ങാനാവാത്ത ഒരു പരീക്ഷണം കൊണ്ടും അള്ളാഹു ദുനിയാവിൽ നമ്മെ വേദനിപ്പിക്കാതിരിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا رب صل عليه وسلم.